ഗൈസ്, നമ്മളിന്ന് പറയാമെന്ന് വെച്ചാൽ നമ്മൾ അടിപൊളി ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫിഷ് ടാങ്ക് എന്ന് വെച്ചാൽ 50 റുപ്പീസ് മാത്രം നമുക്ക് ചിലവായിട്ടുള്ളൂ. അത്രയും സിമ്പിളും ലോ ബഡ്ജറ്റിലുള്ള ഫിഷ് ടാങ്കാണ്. അതുമാത്രമല്ല കാണാൻ നല്ല അട്രാക്റ്റീവ് ആണ്. ഇതിൻ്റെ ലെങ്ത് പറയുന്നത് ഒരു 1 മീറ്റർ വലുപ്പം വരുന്നൊരു ഫിഷ് ടാങ്കാണ്. അപ്പോൾ ആ ഫിഷ് ടാങ്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടാലോ. ആദ്യം വേണ്ടുന്നത് കുറച്ച് മരത്തിൻ്റെ കഷ്ണങ്ങളാണ്. പിന്നെ നമ്മൾ ഈ മെഷറിംഗ് ടാപ്പ് എടുത്തിട്ട് ഒരു 1 മീറ്ററിൽ ഒരു വുഡൻ സ്റ്റിക്ക് കട്ട് ചെയ്യണം. പിന്നെ ഒരു 4 സ്റ്റിക്സ് 50 മീറ്ററിൽ വെച്ചിട്ട് 4 സ്റ്റിക്സ് കട്ട് ചെയ്യണം. പിന്നെ അത് ഈ 1 മീറ്റർ എന്ന് പറയുന്ന ലെങ്ത്തും ഈ 50 മീറ്റർ എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ബ്രെത്തുമാണ്. എന്നിട്ട് അതിൻ്റെ അടിയത്തെ ബേസ് ആക്കി എടുക്കണം. ഒരു 35 സെൻറ്റിമീറ്റർ ഉള്ളത് ഹൈറ്റ് വെക്കാനാണ്. 35 സെൻറ്റിമീറ്റർ ആണ് അടുത്തുള്ളത്. അതിപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ എടുത്തുള്ളത് 35 സെൻറ്റിമീറ്ററിൻ്റെ 4 സ്റ്റിക്സ് ആണ്. അതിൻ്റെ ഫുൾ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ താഴത്തെ ബേസ് പോലത്തെ മുകളിലത്തെ ബേസ് ചെയ്യാനായിട്ട് താഴത്തെ അതേ അളവിൽ തന്നെ 2 സൈഡ് 50 സെൻറ്റിമീറ്ററും 100 സെൻറ്റിമീറ്റർ, പക്ഷേ 1/2 മീറ്റർ 1 മീറ്ററിൻ്റെ അളവിലാണ് മുറിച്ചിട്ടുള്ളത്. ഇതൊരു തിൻ വുഡൻ ലെയർ നമ്മളെ മുകളിലത്തെ ബേസിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മുകൾ ഭാഗത്ത് ബേസിൻ്റെ കവറിങ്ങിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ഈ വുഡിൻ്റെ ബേസ് മൊത്തം പണി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉൾഭാഗത്ത് ഫുള്ള് ഈ പ്ലാസ്റ്റിക് ചാക്കിനെ കൊണ്ട് ഫുള്ള് കവർ ചെയ്യണം. പിന്നെ അതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറായിട്ട് വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ 2 സൈഡ് ഭാഗവും പിന്നെയും വീണ്ടും കവർ ചെയ്യുക. എന്നിട്ട് ഈ കവർ ചെയ്ത ഞാൻ ബ്ലാക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റിനെ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 10 റുപ്പീസ് ആയിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം വരുന്നത് ഈ ഡബിൾ ലെയർ പ്ലാസ്റ്റർ പോളിൻ ഷീറ്റാണ്. ഇതിന് ലാസ്റ്റത്തെ ലെയറായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇടുന്നത്. പിന്നെ ഇതിന് വരുന്നത് 50 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ ഇതിന് മുകളിൽ ഇനി ലാസ്റ്റ് കോട്ടായതുകൊണ്ട് സൈഡിൽ മൊത്തം നെയിൽസ് വെച്ച് അടിച്ചിട്ട് ഫുള്ള് ലെവലാക്കി എടുക്കണം അതിൻ്റെ ഉള്ളിൽ. പിന്നെ അത് കറക്റ്റ് അളവിൽ വെച്ചില്ലെങ്കിൽ പിന്നെ അതിന് വെയിറ്റ് കൂടുമ്പോൾ അതിൻ്റെ സൈഡ് ഇളകി വരാതുകൊണ്ട് എല്ലാം നേർക്ക് തന്നെ വെക്കണം. പിന്നെ അതിൽ ബാക്ടീരിയ അങ്ങനത്തെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് കുറച്ച് വെള്ളമാക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഇടണം. ബാക്ടീരിയ അങ്ങനത്തെ വേണം. അതല്ലെങ്കിൽ അയോഡിൻ സൊല്യൂഷൻ ആയാലും ഒഴിച്ചാൽ മതി. ആദ്യം നമ്മൾ മീൻ കവർന്ന് അയക്കുന്നതിന് മുമ്പേ വെള്ളത്തിലിട്ട് വെക്കണം. അല്ലെങ്കിൽ മീൻ വെള്ളത്തിലിട്ട് പിടിക്കൂല. അതുകൊണ്ട് മീനിൻ്റെ ടെമ്പറേച്ചർ വരെ ഇതാകൊണ്ട് ആദ്യം വെള്ളത്തിലിട്ട് വെക്കണം. നമ്മൾ വാങ്ങിച്ചുള്ളതെന്ന് വെച്ചാൽ 2 പെയർ കോയി ഫിഷും പിന്നെ 1 പെയർ ഗോൾഡ് ഫിഷും നമ്മൾ വാങ്ങിച്ചുള്ളത്. പിന്നെ നമ്മൾ വാങ്ങിച്ചുള്ളത് ചെറിയൊരു സൈസ് ക്യാറ്റ് ഫിഷിനാണ് വാങ്ങിച്ചുള്ളത്. ഈ ക്യാറ്റ് ഫിഷ് വരുന്നത് അത്ര വലിയ സൈസല്ല, ചെറിയ സൈസ്. അതുകൊണ്ട് ഈ ബാക്കിയുള്ള കോയി ഫിഷിനും ഗോൾഡ് ഫിഷിനൊന്നും കടിക്കൊന്നും ചെയ്യില്ല. അതുകൊണ്ട് അതിനപ്പുറം തന്നെ വളർന്നോളൂ.
ഫിഷ് ഫീഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് നല്ല ഗ്രോത്തും നല്ല ഹെൽത്തിലും മെയിൻറ്റെയിൻ ചെയ്യാൻ മീൻ. അപ്പോൾ നമ്മൾ കുഞ്ഞ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമേ ഫിഷ് ടാങ്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല ഇനി അടുത്ത വീഡിയോയിൽ കാത്തിക്കുക. ബൈ.